പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അവിഹിതത്തിനെ പറ്റിയാണ്. അവിഹിതം അല്ലെങ്കിൽ കുൽസിത പ്രവൃത്തി. ആൻഡ് ദിസ് ഇസ് ഫ്രം മൈ ഓൺ എൻ്റെ സ്വന്തം ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ്. ആൻഡ് ഇതിനെപ്പറ്റി പറയുമ്പോൾ ചിലപ്പം എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തിനാ കുട്ടി വന്ന് പറയുന്നത്? അതായത് ഞാനിവിടെ പറയാൻ പോകുന്നത് അവിഹിതത്തിനെ കുറിച്ചാണ്. അവിഹിതത്തിനെ കുറിച്ചിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്തൊരു പാളിയാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വളരെ അഭിമാനത്തോടെയാണ് ഈ കുട്ടി നമുക്ക് മുമ്പിലേക്ക് ആ കുട്ടിയുടെ ജീവിതത്തിന്റെ തുറന്ന പുസ്തകം കാണിച്ചു തരുന്നത്. അപ്പൊ ആ കുട്ടിയും ആ കുട്ടിയുടെ ഭർത്താവും ആ കുട്ടിയുടെ ഭർത്താവിന്റെ അവിഹിതവുമായിട്ടുള്ള ഒരു മ്യാസ്മരിക കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ പ്ലഗിനെ ഒരു ചെറിയ ക്ലിക്ക് വെച്ച് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കാണുവാണെങ്കിൽ അതിലും കൂടെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക, ഒരു ലൈക്ക് ഇടുക കേട്ടോ. കൂടുതൽ അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻട്രോയിൽ കണ്ട പുള്ളിക്കാരി ഇല്ലേ, ആ പുള്ളിക്കാരിയാണ് ഫസ്മിന സാക്കിർ. ഈ ഫസ്മിന സാക്കിർ നേരത്തെ MRC തൊപ്പിയുടെ കാമുകയായിരുന്നു. ഇത് ഞാൻ പറയുന്നതിന്റെ റീസൺ ഉണ്ട്, അത് പിന്നെ എപ്പോഴും നമുക്ക് പറയാം, അതവിടെ മാറിയിരിക്കട്ടെ. പുള്ളിക്കാരി ലല്ലുവിനെ കല്യാണം കഴിച്ചു. ഈ ലല്ലുവായിട്ടുള്ള പ്രഹസനം വളരെ ചില്ലറൊന്നും ആയിരുന്നില്ല. അങ്ങനെ കോളിളക്കം സൃഷ്ടിച്ച് ലല്ലുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം പുള്ളിക്കാരി പല തവണകളായി ഞങ്ങൾ ഡൈവേഴ്സ് ആയി കേട്ടോ, ഞങ്ങളിപ്പോ ഡൈവേഴ്സ് ആകും കേട്ടോ, ഞങ്ങൾ ഇതേറ്റ് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു ഞങ്ങൾ ശരിക്കും പിരിഞ്ഞു. അതിന് കാരണം എന്താ? പുള്ളിക്കാരും മിസ്രിയ എന്ന് പറയുന്ന ഒരു മിസ്റ്ററി കൊച്ചുമായിട്ട് ഒരു മിസ്റ്ററി ബന്ധം, ഈ ബന്ധത്തെ തുടർന്നിട്ടാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ പ്രശ്നത്തിനകത്ത് എന്തൊക്കെയോ ചില പന്തികേടുകൾ നമുക്ക് ആദ്യം പുള്ളിക്കാരിക്ക് പറയാനുള്ളതെന്ന് കേട്ടു വെക്കാം. അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു ലല്ലുവിന്റെയും ഫസ്മിനിയുടെയും വിഹിതം. അത് കഴിഞ്ഞ് ഇവർ ഒരു വട്ടം കൂടെ കണ്ടിട്ടുള്ളൂ എന്നാണ് മിസിരിയ പറഞ്ഞത്. 2 വട്ടം മുഹമ്മദ് സെബിൽ എന്ന വ്യക്തിയെ മിസിരിയ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ തമ്മിൽ വേറെ ഒന്നുമില്ല, അതല്ലാണ്ട് ഒരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല, എൻ്റെ ഉമ്മ സത്യം, എൻ്റെ മറ്റേ ആളാണ് സത്യം, എൻ്റെ ഇവരാണ് സത്യം, എൻ്റെ പൊന്നു മിസിരിയ ലേശ ഉളുപ്പ്. അല്ല, അവിഹിതം പിടിക്കുന്ന പറഞ്ഞാൽ എല്ലാവരും പറയും ഞങ്ങൾ തമ്മിൽ അവിഹിത ബന്ധത്തിലാണ് കേട്ടോ, ഞങ്ങൾ 1.5 വർഷമായിട്ട് ഇത്തരത്തിലുള്ള കുൽസിത ബന്ധങ്ങൾ തുടരുന്നുണ്ട് എന്ന് പറയുമോ? ഇല്ല. ഏത് വിഹിത ബന്ധം പിടിച്ചാലും ആദ്യം പറയുന്നത് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, ഞങ്ങൾ ഇടയ്ക്കൊന്ന് കണ്ടിട്ടേ ഉള്ളൂ, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു എന്നേ പറയത്തുള്ളൂ. പിന്നെ എനിക്ക് ഈ പെൺകുട്ടിയുടെ വേദന മനസ്സിലാകും, ഇത് സത്യമാണെങ്കിൽ മാത്രം. വേദന ഞാൻ സത്യമാണെങ്കിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവരൊരിക്കലും ഒരു കാമുകന്മാരും ഞങ്ങൾ തമ്മിൽ അവിഹിതത്തിലായിരുന്നു എന്ന് സമ്മതിച്ചു തരത്തില്ല. അങ്ങനെ സമ്മതിച്ചു തരുന്ന തൊലിക്കട്ടിയുള്ളത് നിങ്ങൾ കാണും. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇനി ഇത് സത്യമാണെങ്കിൽ എന്ന് പറയാനുണ്ടായ കാരണം, ഒന്ന്, ഈ ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ഫസ്മിന സാക്കിർ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഈ ലല്ലു വേറൊരു പെൺകുട്ടിയുടെ കവാല പൊളക്കാൻ ഒരു അട്ടിയൊക്കെ കൊടുത്തിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലല്ലുവിനെതിരെ ആ പെൺകുട്ടി കേസ് കൊടുത്തു. ആ പെൺകുട്ടിയുടെ പേരാണ് അസ്മിന. ഇത് ഫസ്മിന, അത് അസ്മിന. അപ്പോൾ ഈ പെൺകുട്ടി അയാൾക്കെതിരെയുള്ള കേസ് വിഡ്രോ ചെയ്യാനായിട്ട് കാലെ വീണ് കെഞ്ചി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ പെൺകുട്ടി ഒരു കഥ പറഞ്ഞിരുന്നു, ഞാൻ പ്രഗ്നന്റ് ആടി, എന്ത് ചെയ്യും, ഞാൻ കൊച്ചിനെ എങ്ങനെ വളർത്തും, ഞാൻ പ്രഗ്നന്റ് ആയി പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പുള്ളിക്കാരി ജീവിതത്തിൽ പറഞ്ഞ കുറെ കള്ളങ്ങളാണ് ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിട്ട് ഏതോ പെൺകുട്ടിയോടുള്ള ഫോട്ടോയും വീഡിയോ ഇട്ട് ഈ പെൺകുട്ടി ഏതോ ഒരു ചെറുക്കൻ്റെ കൂടെയുള്ള ഫോട്ടോയും വീഡിയോ കേട്ടിട്ടു. എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു, ഞങ്ങൾ ഡിവോഴ്സ് ആയി, ഞങ്ങൾ തമ്മിൽ ശരിയല്ല, ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അതിനുശേഷം ഇതുപോലൊരു വീഡിയോ ഇട്ടു, ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയി കേട്ടോ, കാരണം എന്താണെന്നറിയോ, പറ്റിച്ചേ, ഏപ്രിൽ ഫൂൾ, ഞങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുന്നു, അത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത സാധനമാണ് എന്നും പറഞ്ഞിട്ട് സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ Q&Aയിൽ കാലങ്ങളായിട്ട് നിങ്ങൾ ഡിവോഴ്സ് ആകുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു പാർട്ണർ നിങ്ങളെ ചതിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആയതിനാൽ ഇതൊരു ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഒരു മിസ്രിയെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മിസ്രിയുടെ കുൽസിത കഥകൾ കേൾക്കാം. ലേശം ഉളുപ്പ് വേണം ഒരു കാര്യം പറയുമ്പോൾ, മനസ്സിലായോ? എനിക്ക് അതേ പറയാനുള്ളൂ. കല്യാണം ഒന്ന് ആലോചിക്കണം. കല്യാണം കഴിഞ്ഞ് നിൽക്കാൻ കഴിഞ്ഞ ഒരാളുടെ കൂടെ നീ രാത്രി 2 മണിക്ക് ഇറങ്ങി പോകുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ നിലവാരം എവിടെ കിടക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കും മിസ്രിയ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, കല്യാണം കഴിഞ്ഞൊരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ നട്ടപ്പാതിരയ്ക്ക് വിളിച്ചിറക്കുമ്പോഴത്തേനും ആ ആൺകുട്ടിയുടെ നിലവാരം എവിടെ പോയി? ഇതിപ്പോ നമ്മൾ പെൺകുട്ടിയുടെ നിലവാരത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നുള്ളൂ, ആൺകുട്ടിയുടെ നിലവാരം അവിടെ ഒരു ചോദിച്ചില്ല കേട്ടോ. ഇതിനകത്തെല്ലാം പറയുന്നത് ഞാൻ മിസ്രിയോട് കേട് പറഞ്ഞു എന്നും എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. ലവൻ വിളിച്ച് കയറ്റിയതല്ലയോ, എന്റെ ജീവിതത്തിലോട്ട് ഓടിയോ 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 എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റിയതല്ലയോ.
അപ്പൊ പിന്നെ ഇവളില്ലെങ്കിൽ ലവളില്ലെങ്കിൽ ലവള് എന്ന് പറഞ്ഞ് ലവൻ പോവും. അപ്പൊ ഈ കൊച്ചിനെ മാത്രം തെറ്റ് പറയുന്ന കാര്യമില്ല. ഇത് തെറ്റാണ്, ഇതിന് ഞാൻ ന്യായീകരിക്കുകയല്ല, ശരി പറയില്ല. ഇതും തെറ്റാണ്, പക്ഷെ ഇതിനെ മാത്രം തെറ്റ് നമ്മൾ പറയില്ല, അതും തെറ്റാണ് കേട്ടോ. ാണ് മിസ്രിയെ പരിചയപ്പെടുന്നതാണ് പറയുന്നത്. സ്നാപ്പിൽ പരിചയപ്പെട്ടു, മീറ്റ് ചെയ്യാൻ വിളിച്ചു. മിസ്രി ഒറ്റയടിക്ക് പോയി. എന്തോ വിശ്വാസത്തിൽ മിസ്രിയെ കാണാൻ പോകുന്നു. അത് മിസ്രിയുടെ ഒരു ഭയങ്കര വിശ്വാസം കേട്ടോ. ഒരു ദിവസം സ്നാപ്പിൽ പരിചയപ്പെട്ടു, രണ്ടാമത്തെ ദിവസം മിസ്രിയെ വിളിച്ചു, ബാബാ നമുക്ക് കാണാം, മീറ്റ് ചെയ്യാം, വരൂ ഓടി വരൂ എന്ന് പറഞ്ഞു. മിസ്രി ഉടനെ ഓടി അങ്ങ് ചെന്നു. ഒരു ദിവസം പരിചയപ്പെട്ട ഉടനെ മിസ്രി ഓടി പോകാൻ റെഡിയായി. ഒരു ദിവസം പരിചയപ്പെട്ട ഉടനെ പെൺകുട്ടിയെ ബാ നമുക്ക് മീറ്റ് ചെയ്യാം, ബാ ഓടി വാ എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കുകയും ചെയ്തു. രണ്ടുപേരും കൊള്ളാം, മിസ്രിയും കൊള്ളാം, ലല്ലൂമ്പയും കൊള്ളാം. രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചം. ഇനി ഫസ്മിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല, ഫസ്മിനെ പോട്ട്, ഫസ്മിനെ കുറിച്ച് പറയാതിരിക്കുന്നേ നല്ലേ. ഇവർ തമ്മിൽ ഫോട്ടോ എടുക്കുന്നു, കൈ പിടിച്ചിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ചിക്കാഗോ എന്ത് ജസ്റ്റ് ടേക്ക് മീ ബൈ സർപ്രൈസ് ആൻഡ് ഓൾ മൈ ഫ്രണ്ട്സ്. എന്തൊക്കെയാണോ ഇതൊക്കെയാണ് സ്നാപ്പിൽ ഇട്ടിരിക്കുന്ന സാധനം. ഈ പെൺകുട്ടിയാന്ന് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന മിസ്രിയെ. ഞാൻ സൂം ചെയ്തൊന്നും കാണിക്കുന്നില്ല, മിസ്രി അതാണ്. ഇത് ഒറ്റവട്ടം കണ്ട ബന്ധത്തിലാണ് ഇവർ ഈ കൈപിടിച്ചിട്ടുള്ള ഫോട്ടോ എടുക്കുന്നത്. ഇതേ ദിവസം ലല്ലു ഇബി വേറെ ആളായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നില്ല, അതെന്താ അതിന്റെ ഒരു ലോജിക് ലല്ലു പറ എന്ത് ലല്ലു എന്ത് ചാറ്റ് ചെയ്തേക്കുന്നേ? കാലിക്കട്ടാണോ? അവിടെ എന്തോ പോയോ? ബീച്ചിന്റെ അവിടെ തന്നെ ഫ്ലാറ്റാണ്. ബീച്ചിന്റെ അവിടെ ഫ്ലാറ്റാണോ? ബീച്ചിന്റെ അവിടെ എങ്ങനെ ഫ്ലാറ്റ് വരുന്നത്? സീനാണോ? ലല്ലു അതേസമയം മറ്റാരോടുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലല്ലുവിനെ ലോക കോഴി എന്ന നിലവാരത്തിലാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. കാരണം ആദ്യമായിട്ട് പരിചയപ്പെട്ട ദിവസം തന്നെ പെൺകുട്ടിയെ വിളിക്കുന്നു, പെൺകുട്ടി കാണാൻ വരുന്നു, പെൺകുട്ടി കാണാൻ വരുന്ന സമയത്ത് തന്നെ ഇവിടെ മറ്റൊരു പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യുന്നു, മറ്റൊരു പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഭാര്യ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവിടെ ഭയങ്കര കഴിവാണല്ലോ ഇവന്. ഇനി കണ്ട് പഠിക്കണം. ഇവിടെ ഓരോരുത്തന്മാര് അവീതം ചെയ്ത് പിടിക്കപ്പെടുന്നുണ്ടോ? ഇതൊക്കെ കണ്ട് പഠിക്കണ പിള്ളേരെ. പക്ഷെ ഇതും പിടിക്കപ്പെട്ട കേട്ടോ. ലല്ലുബിനെ പറ്റി വിശദമായിട്ട് നമുക്ക് പിന്നീട് വരാം. കാരണം ഈ വീഡിയോയിൽ ലല്ലുബിനെ പറ്റി പറഞ്ഞാൽ തീരത്തെ ഇതൊരു തുടർക്കഥയാണ്. ഇതൊരു വാരാവാരം പണ്ട് മനോരമ മാസികയിൽ വന്നിട്ടുള്ള കഥകൾ പോലെയാണ് നമ്മൾ ചെയ്യുന്നതില്ലേ. ഇത് എപ്പിസോഡ് 1. അങ്ങനെ ഒരു 700 എപ്പിസോഡുകളുണ്ട് കേട്ടോ. ഇത് മിസ്രിയുടെ എപ്പിസോഡ്, അടുത്തത് ലല്ലുവിന്റെ എപ്പിസോഡ്, പിന്നെ ഇവർ ആരെങ്കിലും മറുപടി തരികയാണെങ്കിൽ അതിന്റെ വീഡിയോ വെച്ചിട്ട് മറ്റൊരു എപ്പിസോഡ്, ഇങ്ങനെ എപ്പിസോഡായിട്ട് പോകും. ഇത് റീച്ച് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം. ഇത് മര്യാദയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് കോടതിയിൽ നിന്ന് ഇത് യൂട്യൂബിൽ അവതരിപ്പിച്ച തെറ്റല്ല കേട്ടോ. ഇവർക്ക് യൂട്യൂബിൽ അവതരിപ്പിക്കാം. പക്ഷെ അതിനൊരു കണ്ടന്റ് റീച്ച് സാമ്പത്തികം ഒന്ന് ചിന്തിച്ചതാണ് എനിക്കൊരു നന്മയില്ലാത്ത പരിപാടിയായിട്ട് തോന്നുന്നത്. വേണ്ടെങ്കിൽ പോയി പോലീസ് കേസ് കൊടുത്ത് ഡൈവേഴ്സ് പേപ്പർ അടിച്ച് നീ മിസ്രിയുടെ കൂടെ പോകും, എനിക്ക് ആരുടെയും കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകുമെന്ന് പറഞ്ഞാൽ പോകാനുള്ളതിന് വീഡിയോ അങ്ങ് ഒരു മൂവി പോലെ കടന്നു. അതുകൊണ്ട് നമുക്ക് ലല്ലുബിയിലോട്ട് പിന്നെ വരാം. ലല്ലുബിയിലോട്ട് പിന്നെ വന്നാൽ മതി. ഞാൻ ഒന്നും ചെയ്തുമില്ല, എല്ലാരും കൂടെ ഇപ്പൊ ഞാൻ ചെയ്ത് ഇത് മറ്റേ സാധനമല്ലേ? ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കഷായം കേസ് വേറെയാ. ഇത് സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി നമ്മളെ കേൾപ്പിക്കുകയാണ്. ഈ പറയുന്ന ഫസ്മിന സക്കീറും ഈ ഫസ്മിനയുടെ ഭർത്താവിന്റെ കാമുകിയായിട്ടുള്ള മിസ്രിയും ഇവരുടെ ഒരു കൂട്ടുകാരും കൂടെ, ഇടനിലയ്ക്ക് കൂട്ടുകാരും ഉണ്ട്. ഇവര് മൂന്നും കൂടെ ഉള്ളൊരു ത്രികോണ മധ്യേ ഉള്ളൊരു കോളാണ് നിങ്ങൾ കേൾക്കുന്നത്. നമുക്ക് കേൾക്കാം. ഞാനൊന്നും ചെയ്തില്ല. ഇത് എന്തിനാടി ഈ ജീവിതത്തിലോട്ട് കയറി വന്നേ? വെറുതെ ഇരിക്കുന്ന എന്റെ ജീവിതത്തിലോട്ട് എന്തിനു നീ കയറി വന്നു? എന്റെ പൊന്നു ഫസ്മിനെ, നിങ്ങൾ പറയുന്ന കഥ ശരിയാണെങ്കിൽ ഈ മിസ്രിയ കയറി വന്നില്ല, മറ്റൊരു ശ്രീയ കയറി വരും. ഏതെങ്കിലും ഒരു ഫാത്തിമയോ ഫർഹാനെയോ ആയിഷയോ ആരെങ്കിലും അവന്റെ ജീവിതത്തിലോട്ട് കയറി വരും. കാരണം താങ്കൾ തന്നെ പറയുന്നുണ്ട് അവൻ ഈ പെൺകുട്ടിയോട് സെറ്റാക്കുന്ന സമയത്ത് തന്നെ ആ പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അവന്റെ സ്വഭാവം അത്ര ശരിയൊന്നുമില്ല. അവനും വെടുപ്പൊന്നുമില്ല, ഈ പെൺകുട്ടിയും വെളുപ്പൊന്നുമില്ല. കല്യാണം കഴിഞ്ഞൊരു ചെറുക്കൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയും വെളുപ്പല്ല. കല്യാണം കഴിഞ്ഞൊരു ചെറുക്കൻ കണ്ട പെൺകുട്ടികളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അവനും വെടുപ്പല്ല. അപ്പൊ ഈ പെൺകുട്ടി ജീവിതത്തിലേക്ക് വന്നുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇല്ലെങ്കിൽ അവൻ വേറെ ആരെല്ലാം കൂടെ പോകും. ഇപ്പോഴും എനിക്ക് ഇവർ പറയുന്ന കഥയൊക്കെ ഒറിജിനൽ ആണോന്ന് അറിയത്തില്ല കേട്ടോ. ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ റീച്ചിൽ നിൽക്കുന്ന പല ആളുകൾ റീച്ച് ഒന്ന് താഴെ പോകുമ്പോഴത്തേന് റീച്ച് ഉണ്ടാക്കാനായിട്ട് ഇവന്മാര് കുറെ അവരാധ കഥകൾ വിട്ടുതരും. നമ്മൾ കുറെ കണ്ടതല്ലേ, മണവാളന്റെ ബോക്സിംഗ് കഥ, ഷാജഹാന്റെ പോത്തുകഥയല്ലോ, ഗ്ലാസ് തല്ലി പൊട്ടിയൊരു കഥ, ഇതിങ്ങനെ കുറെ ഉണ്ട്. അതിനകത്ത് മറ്റൊരു ചില്ലും കൂട്ടിലിട്ട് വെക്കാവുന്ന ഒരു ഐറ്റമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. ഉള്ളയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്റെ ജീവിതം കൊളവാക്കാൻ നീ വന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പട്ടി മൂങ്ങുന്ന പോലെ ഞാൻ ഇവളെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്റെ നെഞ്ച് വേദന എടുക്കുന്നു മിസ്രി, എനിക്ക് പറ്റുന്നില്ല മിസ്രി, ഒന്ന് പോയി താ മിസ്രിന്ന്. അപ്പൊ മിസ്രി എനിക്ക് വന്ന വാക്കാണ്, എന്റെ ഉമ്മ സത്യം ഞാൻ ഷിബിലിയായിട്ട് കോണ്ടാക്ട് നിർത്തുവാണെന്ന്. എവിടെ കോണ്ടാക്ട് നിർത്തി? നീ എവിടെ കോണ്ടാക്ട് നിർത്തി? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നിനക്ക് നട്ടല്ലുണ്ടെങ്കിൽ നിന്റെ കോൾ റെക്കോർഡ് സ്റ്റേറ്റ്മെന്റ് നീ എടുത്ത് ഒരു വീഡിയോ ചെയ്യണം. മനസ്സിലായോ? നിനക്ക് അടുത്ത വീഡിയോ ചെയ്യണം.
എന്നാലേ നമുക്ക് മറുപടി ആയിട്ട് അതിന്റെ അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോഴേ അവിടുന്ന് മറ്റ് മറുപടി വരത്തുള്ളൂ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വീഡിയോ ചെയ്ത് കളിക്കണം. നിനക്ക് റീച്ച്, എനിക്ക് റീച്ച്, അവനും റീച്ച്, മൊത്തത്തിൽ റീച്ച്. അല്ലെങ്കിൽ നാണം കെട്ട് നാറാണക്കല്ല, എന്തെങ്കിലും ഒരു സംഭവം ചെയ്യും. ഇത് അവതരിപ്പിച്ചൊന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞൊന്നും എനിക്ക് തെറ്റിട്ടൊന്നുമില്ല. അത് അവരുടെ പേഴ്സണൽ വികാരമാണ്, അവർക്ക് അത് എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാം. പക്ഷേ ഈ അവതരിപ്പിച്ച ഒരു റീച്ചിന് വേണ്ടി എന്ന് തോന്നിച്ചതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇനി ഇതിനെ തുടർന്ന് ലല്ലു ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ലല്ലു ഇതിന്റെ മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ലല്ലു പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ, ലിങ്ക് ന്യൂ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന്റെ റീച്ചിന് അടിച്ച് കയറ്റുന്നുണ്ട്. എനിക്ക് കേൾക്കാനുള്ളതാണ് ഇവിടെ അവിടെ പറഞ്ഞ് ഞാൻ മോണിറ്റൈസ് ആക്കിയിട്ടേ ഞാൻ സംസാരിക്കൂ. മനസ്സിലായോ? ലല്ലുവിന് ഇൻസ്റ്റാഗ്രാമിൽ പറയാൻ നമുക്ക് കേൾക്കാം. ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എങ്ങനെ അറിയോ? നമുക്ക് ഡീപ്പായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാം. അതായത് നിങ്ങളെ പിക്ക് വെച്ചിട്ട് വേറെ വാട്സപ്പിൽ നിങ്ങളെ പിക്ക് വെക്കുക, ബിസിനസ് വാട്സപ്പിൽ ഒരു പിക്ക് നിങ്ങൾ ഇതിൽ വെക്കുക, എന്ത് നിങ്ങൾ നോർമൽ വാട്സപ്പിൽ, എന്നിട്ട് അങ്ങോട്ടും കൂടി ചാറ്റ് ചെയ്യാം. നമുക്ക് നൂഡായിട്ടും എന്ത് വേണമെങ്കിലും ചാറ്റ് ചെയ്യാം. ഞാൻ ചാറ്റ് ചെയ്ത പേഴ്സൺ ആണ്. അത് ഞാൻ ചാറ്റ് ചെയ്ത കാര്യങ്ങൾ ചാറ്റ് ചെയ്തതിന് അംഗീകരിക്കണം. ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരാൾക്ക് ഫീലിംഗ്സ് ഇല്ലാന്ന് നമുക്ക് മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കാം. പക്ഷെ നമുക്ക് ഒരാളടുത്ത് ഫീലിങ്സ് ഇല്ലെങ്കിൽ മറ്റൊരാളടുത്ത് മെസ്സേജ് അയക്കാം. നീ പ്രേമിച്ച് ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ട് ആ പെൺകുട്ടിയോട് നിനക്ക് ഫീലിങ്സ് പോയത് മറ്റൊരു പെൺകുട്ടിയോട് ഫീലിങ്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്റെ കുത്തിന് പിടിച്ച് കേൾപ്പിക്കലും ഒക്കെ ഒരു അടി കിട്ടാത്തതിന്റെ പ്രശ്നം നിനക്കെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിന് നമ്മുടെ നാട്ടിൽ വേറൊരു പേര് പറയും. അത് ഈ ഒരു മാധ്യമത്തിൽ ഞാൻ പറയുന്നില്ല, ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ബോക്സിലേക്ക് ഇട്ടു. അവന് കല്യാണം കഴിച്ച് ഭാര്യയുടെ ഫീലിങ്സ് പോയി, അപ്പം മറ്റൊരു പെണ്ണിനോട് ഫീലിങ്സ് വന്നു. ഇനി ആ പെൺകുട്ടിയോട് കുറച്ചാൾ നിൽക്കുമ്പോൾ ആ ഫീലിങ്സ് പോകും, അപ്പുറത്ത് ഫീലിങ്സ് വരും, അവിടെ പോകും, അവിടെ ഫീലിങ്സ് പോകും, ഇപ്പുറത്ത് പോകും. അതിൽ ഇവൻ മാന്യനാ. മറ്റേ അജ്മലിനെ പോലെ ഇത് എന്ന് പറഞ്ഞില്ല. നമുക്ക് പ്രൊഫൈൽ ചാറ്റ് പിക്ചർ മാറ്റി ചാറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്താൽ മതി എന്നൊരു സെറ്റപ്പാണ് പറഞ്ഞത്. ഇവൻ ചാറ്റ് ചെയ്ത് അംഗീകരിക്കുന്നുണ്ടോ? ഇവൻ ചാറ്റ് ചെയ്ത് അംഗീകരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള ഫീലിങ്സ് പോയി, മറ്റേ പെൺകുട്ടിയോട് എനിക്ക് ചെറിയ ഫീലിങ്സ് വന്നു, അതുകൊണ്ട് ചാറ്റ് ചെയ്ത കേട്ടോ. അല്ല വേറെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ഫീലിങ്സ് മാറിയതുകൊണ്ട് സംഭവിച്ചതാ. ഇങ്ങനെ ഈ ലോകത്തുള്ള സകല പെൺകുട്ടികളോടും ഇവ കുഞ്ഞുഞ്ഞ് ലൈൻ അടിച്ച് വളർച്ച കഴിയുമ്പോഴത്തേനും ത്രില്ല് പോയി കുഞ്ഞുഞ്ഞ്. നമുക്ക് ഫസ്റ്റ് മിനിയിലേക്ക് തന്നെ തിരിച്ചു വരാം. നിന്റെ റിലേഷൻ ആകാന്ന് എനിക്കറിയത്തില്ല. നിന്റെ റിലേഷൻ ഏത് റിലേഷൻ നീ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവും. നീ ഷിബിലിയായിട്ടുള്ള റിലേഷൻ്റെ കാര്യമാണ്, അത് നിനക്ക് വേറെ റിലേഷൻ, വേറെ ഏത് റിലേഷൻ എനിക്കറിയില്ല. എന്റെ അറിവിൽ നിനക്കുണ്ടായിരുന്ന റിലേഷൻ 4 years റിലേഷൻ ആയിരുന്നു. ഈ ഷിബിലി എന്ന് പറയുന്നവനാണ് ഈ ലല്ലു കേട്ടോ. അപ്പോൾ ഈ പെൺകുട്ടി അന്നേരം പറഞ്ഞു എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നൊരു കള്ളം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ കഥകൾ ഇതിനകത്ത് ഈ ഫസ്മിനെ പറയുന്നുണ്ട്. എന്നിട്ട് ഫസ്മിനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉളുപ്പുണ്ടോ അങ്ങനെ പറയാൻ? ഈ കാമുകൻ അല്ലെങ്കിൽ നിന്റെ ഈ കെട്ടാൻ പോകുന്നവൻ ആരാന്ന് നിനക്ക് കാണിക്കാനുള്ള ഗട്ട്സ് ഉണ്ടോ? എൻ്റെ ഫസ്മിനെ പറഞ്ഞ കള്ളത്തിന് കയ്യും കണക്കും ഇല്ല. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞൊരു നാടകം ഇറക്കി. ഫസ്മിനെ ഇറക്കിയ കള്ളക്കഥകളൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് കള്ളത്തരവും പറയുന്നൊരു ടീമാണ് താങ്കൾ. നമ്മുടെ ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ ഒത്തിരി പേരെ ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പലതും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ അസ്മിനയായിട്ടുള്ള വിഷയത്തിൽ ഓൾറെഡി ഫസ്മിനയോട് പറഞ്ഞിട്ടുള്ള കേസാണ്, ഇവനെ കെട്ടിക്കഴിഞ്ഞാൽ മോളെ നീ പെട്ടുന്ന്. കേട്ടില്ല? ഫസ്മിനെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ലല്ലുബ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റിയതായിരുന്നു. നല്ലതാണ്. അത് നമ്മൾ വരാനുള്ളത് ടാസ്ക് വിളിച്ചിട്ടാലും വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതങ്ങ് അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതുപോലെ തന്നെ കുറെ അപരാധ കഥകളാണ് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരും, ലല്ലുവിന്റെ കുത്സിതങ്ങൾ വരും. ഇപ്പം മിശ്രയുടെ കുത്സിതങ്ങൾ. ഇനി നമ്മൾ ലല്ലുവിന്റെ കുത്സിതം വരുമ്പോൾ അത് വിട്ട് വരാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്തു. അവിഹിതത്തിനെ കോമണൈസ് ചെയ്യുന്ന ആളുകൾക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ കമന്റുകൾ ഇട്ടോ മറ്റൊരു ബൈ.